ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പോളയാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് വെച്ചിട്ടാണ്. ഇത് സാധാരണ ക്യാരറ്റ് പോളയല്ല, കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 2 വലിപ്പമുള്ളയും ഒന്ന് കുറച്ച് ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇത് ഞാനൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി അതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കാഷ്യൂനട്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം, ഞാൻ ഇത്രയേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. കരിഞ്ഞു പോകണ്ട, അന്നേരം കരിഞ്ഞൊരു ടേസ്റ്റ് വരില്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതും ഞാൻ പ്ലേറ്റിൽ നിന്ന് മാറ്റുകയാണ്. കണ്ട, ഇതുപോലെയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പോള റെഡിയാക്കാനായി ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. കാഷ്യൂനട്ട് ഞാൻ വറുത്തെടുത്തത് പോള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പോള ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ 5 മുട്ടയും ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വറുത്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ പോളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി ഫുള്ളും ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോള റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, അന്നേരം അടി കരിഞ്ഞു പോകും. അപ്പോൾ ഈ റെഡിയാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പാൻ വെച്ച് കൊടുത്താലും മതി. ഞാൻ അടിയിൽ പാനൊന്നും വെച്ച് കൊടുക്കാറില്ല. ഇത് ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിം ഉണ്ടല്ലോ, അതിലാണ് ഞാൻ ഇട്ട് കൊടുക്കുക. എന്നാൽ പോള നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഞാനിത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഫുള്ളായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ കാണാൻ നല്ല രസമുണ്ടാവും. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ സാധാ ക്യാരറ്റ് പോലെ റെഡിയാക്കുന്നില്ല, അതുപോലെ ആക്കിയെടുത്താലും മതി. പക്ഷേ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഈ ഫുള്ളും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
എന്നാൽ ഈ പോള കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ പോളക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവാണ്. 5 മുട്ടക്ക് ഉണ്ടാക്കുന്ന കറക്റ്റ് അളവാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. കാഷ്യൂനട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിതിൽ കണക്കായത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ വേണ്ടി ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഈ കാഷ്യൂനട്ടൊക്കെ ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇത് ഞാൻ അടച്ചു വെക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും പോള നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുകയാണ്. അപ്പോഴേക്കും ഉള്ളൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ വേറൊരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കണ്ടില്ലേ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ അടിയൊന്നും തീരെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനിലോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നന്നായിട്ട് റെഡി ആയിട്ടില്ലേ, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.